ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരും നേരത്തെയും വോയിസ് ഒക്കെ ഇട്ടിട്ട് സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷെ ഇത്തവണ അവര് ലൈവായിട്ട് നേരിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് ഒരുപാട് തവണ ഇവര് സുധിയുടെ ഭാര്യയാണെന്ന് പറയുന്ന അവസരം ഉണ്ടായി. കാരണം എന്താന്ന് വെച്ചാൽ രേണു സുധി പല ഇന്റർവ്യൂവിലും സുധിയുടെ രണ്ടാമത്തെ വൈഫാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ വൈഫ് രേണു സുധി അല്ല, അത് ഈ വീണ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് വീണ എസ് പിള്ള, ഇപ്പൊ ഒരു വീണ സുധിയല്ല, വീണ എസ് പിള്ള രംഗത്ത് വരികയുണ്ടായി. അപ്പോൾ പലപ്പോഴും രേണു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് അല്ല ഞാൻ തന്നെയാണ് വൈഫ്, അവരങ്ങനെ വീണ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ സുധി വിവാഹം കഴിച്ചിട്ടില്ല, ഞാനാണ് യഥാർത്ഥ വൈഫ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ ഇന്റർവ്യൂ കൊടുക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തു. രേണു എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും മാറ്റി പറയും. ഇപ്പൊ അവരെ രേണുയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ്, ബിനു എന്ന് പറഞ്ഞ ഒരാളെ പാസ്റ്ററാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് ധാരാളം കമന്റുകൾ വന്നിരുന്ന സമയത്ത് എന്നെ ബിനു എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വിവാഹം കഴിച്ചിട്ടേ ഇല്ല, എന്നെ ആദ്യമായി താലി കെട്ടിയത് സുധിച്ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ഇതേ രേണു പിന്നീട് ഇപ്പൊ അടുത്ത് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, എന്നെ ബിനു എന്ന് പറഞ്ഞ ആള് വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് ബന്ധിക്കോസ് ആചാരപ്രകാരമുള്ള വിവാഹമായിട്ട് താലി കെട്ടിയില്ല, അതുകൊണ്ട് താലി കെട്ടിയ ആള് സുധിച്ചേട്ടനാണെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് പിന്നീട് മാറ്റി പറയണ്ടായി. എന്ന് വെച്ചാല് നമ്മളിപ്പോ ഏത് വിവാഹം കഴിച്ചാലും ആ ആചാരപ്രകാരം കഴിച്ച വിവാഹം തന്നെയാണ്. താലി കെട്ടിയില്ല എന്ന് വെച്ചിട്ട് വിവാഹം ആവില്ല എന്നില്ലല്ലോ. ബന്ധിക്കോസ് ആചാരപ്രകാരം താലി കെട്ടലില്ല, പക്ഷെ ബന്ധിക്കോസുകാർ കഴിച്ച കല്യാണമൊക്കെ യഥാർത്ഥ കല്യാണമല്ല എന്ന് പറയാൻ പറ്റുമോ? അവരെല്ലാവരും അങ്ങനെ തന്നെയല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ ആ വിവാഹം കഴിച്ചു, അത് തന്നെയാണ്. പക്ഷെ അന്ന് പറഞ്ഞത് എന്നെ ആദ്യമായിട്ട് താലി കെട്ടിയത് സുധിച്ചേട്ടനാണ്, അതുകൊണ്ട് സുധിച്ചേട്ടനാണ് എൻ്റെ ഭർത്താവ് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ മാറ്റി പറഞ്ഞത് ബിനു എന്ന് പറഞ്ഞ ആൾ വിവാഹം കഴിച്ചിരുന്നു, ഒരാഴ്ച മാത്രമേ ജീവിച്ചുള്ളൂ, പിന്നെ അതിനുശേഷം ഡിവോഴ്സായി സുധിച്ചേട്ടനെ വിവാഹം കഴിച്ചു. അന്ന് ഈ കമൻ്റ് ഇട്ട് അവരുടെ നാട്ടിലുള്ളവർ തന്നെയായിരിക്കും അവരെ മോശമാക്കാൻ വേണ്ടിയിട്ട് ആ കമൻ്റ് ഇട്ടിട്ടുണ്ടാവുക. അവരെയൊക്കെ ഒരുപാട് തെറി വിളിച്ചുകൊണ്ട് രേണു വീഡിയോ ചെയ്തിരുന്നു, ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ വെറുതെ ആയിപ്പോയി. കാരണം ഇപ്പോൾ അത് മാറ്റി പറഞ്ഞു, ഓന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവമുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വീണ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കേസിൽ വന്നിരിക്കുന്നത്. സുധിച്ചേട്ടൻ നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു, അത് ലീഗലി കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചടങ്ങായിട്ട് കഴിച്ചിട്ടില്ല, അതാണ് കിച്ചുവിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിരുന്ന രേണു ഇപ്പം പറയുന്നു അല്ല സുധിച്ചേട്ടന് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വീണ എന്ന് പറഞ്ഞ വ്യക്തിയെയും വിവാഹം കഴിച്ചു. വീണ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ആദ്യം കിച്ചുവിൻ്റെ അമ്മയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു വാവുട്ടിനെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട പറഞ്ഞു. അപ്പോൾ ഈ വീണ മെസ്സേജ് കുണുകുണാന്ന് മെസ്സേജ് അയച്ചിരുന്നു, അപ്പോഴും സുധിച്ചേട്ടൻ പറഞ്ഞു വാവുട്ടിന് അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. ശരിയാ, സുധി അത് പറയും, കാരണം നേരത്തെ ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിൽ ഇതിങ്ങനെ തുടർന്നു പോകുന്ന പ്രക്രിയയായതുകൊണ്ട് ഇനി ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അതിനേ സമയം ഉണ്ടാവുള്ളൂ എന്ന് സുധിക്ക് അറിയുന്നതുകൊണ്ടായിരിക്കണം സുധി ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോ രേണു സുധി വീണ എന്ന് പറഞ്ഞിട്ടൊരു വൈഫ് ഉണ്ടായിരുന്നു എന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഭാര്യനെ കുറിച്ച് സംസാരിക്കണില്ല. ആ സമയത്ത് വെറുതെ അങ്ങോട്ട് വന്നിട്ട് വീണ എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടനൊരു വൈഫ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് അവരെ അറിയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കണ്ടായി. ഇപ്പൊ ഈ വിവാദം ഉണ്ടാക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ രേണുവിന് ബിഗ് ബോസ് പോകേണ്ടതുണ്ട്. ബിഗ് ബോസ് പോവാൻ കുറച്ച് വിവാദങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എല്ലാവർക്കും താല്പര്യമാണല്ലോ, അതിന് വേണ്ടിയായിരിക്കണം ഇപ്പൊ ഈ വീണേനെ വീണ്ടും രംഗത്തിറക്കിയിട്ടുണ്ടാവുക. വീണ എന്ന് പറഞ്ഞിട്ട് വൈഫുണ്ട്, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് യാതൊരു പരിചയമില്ല എന്നാണ് പറയുന്നത്. ഈ വീണ പറഞ്ഞിട്ടുള്ളത് വീണയും സുധിയും ഭാര്യയും ഭർത്താവും ആയിരിക്കുന്ന സമയത്ത് രേണുവുമായിട്ട് സുധിക്ക് ബന്ധം ഉണ്ടാവുകയും സുധിയുടെ മൊബൈൽ ഫോണിൽ രേണു അയച്ച മോശം മെസ്സേജുകൾ കാണുകയും അങ്ങനെ ഞങ്ങളുടെ ബന്ധം തകരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ രേണു പറയുന്നത് എനിക്ക് അറിയേയില്ല, ഞാൻ വീണയൊക്കെ പോയ ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് സുധിച്ചേട്ടനെ കാണുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ രേണു പറയുന്ന പല വർഷങ്ങളും മാച്ച് ആവുന്നില്ല. രേണു പറയുന്നത് 2017 2018 ഞാൻ സുധിച്ചേട്ടനെ കാണുന്നത്, 2017 തോന്നുന്നു സുധിച്ചേട്ടനെ ഞാൻ കാണുന്നതും വിവാഹം കഴിക്കുന്നതും കണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് കിച്ചുവിന് 11 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കിച്ചുവിനെ കാണുന്നത്, അന്ന് മുതൽ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 11 വയസ്സുള്ള കിച്ചു ഇപ്പൊ 21 വയസ്സുള്ള കിച്ചു എന്ന് പറയുമ്പോൾ 10 വർഷം മുൻപ് 2015 ഇവര് കണ്ടിട്ടുണ്ടെന്നും 2015 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അപ്പൊ ഈ വീണ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. എന്തായാലും ഇപ്പൊ ഇന്നലെ ഈ വീണ എന്ന് പറയുന്ന വ്യക്തി, വീണ എസ് പിള്ള എന്ന് പറയുന്ന സുധിയുടെ ഫസ്റ്റ് വൈഫ് ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്റെ പേര് വീണ എസ് പിള്ള. ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ചിട്ടാണ്. കൊല്ലം സുധിയും ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പുള്ളി മരിച്ചിട്ട് പോലും ആ വീട്ടിൽ കയറാത്ത ഞാൻ, പുള്ളി മരിച്ചിട്ട് കയറിയില്ല എന്ന് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല. പുള്ളി മരിച്ചപ്പോൾ ഞാൻ പോയി
എൻ്റെ കടമ ഞാൻ നിറവേറ്റി. ഞാൻ പുള്ളിയുടെ ബോഡി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പുള്ളീനെ വിറ്റ് ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല, കാശ് ഉണ്ടാക്കിയിട്ടില്ല. അവർ ലൈവ് ചെയ്തു. അതിനെതിരെ അതിൽ അവർ രേണുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എനിക്ക് രേണുവിന് ഞാനങ്ങനെ മെസ്സേജും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതം തകർത്തൊരാൾക്ക് ഞാനെന്തിനാണ് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്? രേണുവിനെ എന്നെ വ്യക്തമായിട്ട് അറിയാം. ആ സമയത്ത് ഞാൻ സുധിയുടെ വൈഫായിരുന്നു. ലീഗലി ഞാൻ ഡിവോഴ്സ് ആയി അത് ഈ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ എന്നിട്ടാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. യഥാർത്ഥ വൈഫ് ഞാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീരിയൽ കാണില്ലേ, ഏഷ്യാനെറ്റിലൊക്കെ സീരിയൽ, നമ്മൾ ഭയങ്കര ട്വിസ്റ്റാന്ന് വിചാരിക്കുന്ന സീരിയലുകളില്ലേ, ആ സീരിയലൊന്നുമല്ല എന്നുള്ളതാണ് ഈ രേണുവിൻ്റെ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യം. സത്യത്തിൽ ഈ വർഷം ഈ മനോരമയൊക്കെ ന്യൂസ് മേക്കർ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കൊടുക്കുമല്ലോ, ആ അവാർഡിനൊക്കെ കറക്റ്റ് അർഹയായിട്ടുള്ള വ്യക്തിയാണ് ഈ രേണു സുധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഒരു ലൈവിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷം ഞാൻ കണ്ടിട്ടില്ല. അത്രയും നമ്മളിവിടുത്തെ രാഷ്ട്രീയക്കാരോ സിനിമക്കാരോ ഒന്നും ലൈവിൽ നിൽക്കണേക്കാട്ടിലും കൂടുതൽ രേണു സുധി ഇങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം വീണ രംഗത്ത് വന്നു. ഇനിയിപ്പോൾ ഇന്ന് തന്നെ നാളെ തന്നെയായിട്ട് കുറേ ഇൻ്റർവ്യൂ രേണു സുധീൻ്റെ വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.